തൃശൂർ ആസ്ഥാനമായി ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചു. ഹോപ്പ് സൈക്കോളജി കൗൺസിലിംഗ് സെന്ററിൽ കുട്ടികൾ, കൗമാരക്കാർ, മുതിർന്നവർ, പ്രായമായവർ എന്നിവർക്കായി സമഗ്രമായ മാനസിക സേവനങ്ങൾ, എല്ലാവരുടെയും മാനസിക ക്ഷേമത്തിലേക്കുള്ള ഒരു പുതിയ യാത്രയുടെ തുടക്കം കുറിക്കാൻ ഹോപ്പ് കൗൺസിലിംഗ് സെന്റർ, ഓപ്പോസിറ്റ് സരോജ ഹോസ്പിറ്റൽ, ഷൊർണൂർ റോഡ്, തൃശൂർ. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരത്തിന്റെ മുഖ്യ പങ്കാളികളായ എങ്കക്കാട് വിഭാഗത്തിന്റെ വിളംബര പത്രിക പ്രകാശനം ഉത്രാളിക്കാവ് ഭഗവതി സന്നിധിയിൽ വെച്ച് നടന്നു. നടൻ അനീഷ് ഗോപാൻ ഭദ്രദീപം തെളിയിച്ചു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കെ കൃഷ്ണദാസ് തിരുത്തിന്മേൽ സ്റ്റോഴ്സ് MD രാജന് ആദ്യ പ്രതി നൽകി പ്രകാശന കർമ്മം നിർവഹിച്ചു. എങ്കക്കാട് ദേശം മുഖ്യ രക്ഷാധികാരി മാരാത്ത് വിജയൻ പൂരം ധനസമാഹരണത്തിനുള്ള രസീത് സെക്രട്ടറി PR സുരേഷ് കുമാറിന് നൽകി. എങ്കക്കാട് വിഭാഗം പ്രസിഡന്റ് TP ഗിരീശൻ, സെക്രട്ടറി PR സുരേഷ് കുമാർ, ദേവസ്വം ഓഫീസർ ശ്രീരാജ്, രവീന്ദ്രൻ, ബാബു പൂക്കുന്നത്ത്, AK സതീഷ് കുമാർ, CA ശങ്കരൻകുട്ടി, V സുരേഷ് കുമാർ, AV സുഭാഷ്, അജിത് കുമാർ മല്ലയ്യ, PN ഗോകുലൻ, C ജയേഷ് കുമാർ, NP പ്രദീപ്, PU മനീഷ് എന്നിവർ പങ്കെടുത്തു. ഉത്സവാഘോഷത്തിന് അതിലൊരു പ്രകാശത്തിന് എന്നെ ക്ഷണിച്ചതിന് ഞാൻ ക്ഷേത്ര ഭാരവാഹികളോട് എൻ്റെ മനസ്സിൽ പറ്റിയുള്ളൊരു നന്ദി അറിയിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിൽ വരുന്നത്. നല്ല ഐശ്വര്യമുള്ള ഒരു ക്ഷേത്രം, പാടം കാണാൻ തന്നെ നല്ലൊരു ഭംഗി, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷനാണിത്. ഈ ഉത്സവത്തിൽ കൊടിയേറുന്ന ഈ വഴി തീർച്ചയായും ഈ പ്രദേശത്തുള്ള എല്ലാ ആളുകൾക്കും 2025 ഐശ്വര്യത്തിൻ്റെയും സമ്പൽസമൃദ്ധിയുടെയും സന്തോഷത്തിൻ്റെയും വർഷമായി തീരുന്നതിന് സംശയമില്ല. പ്രത്യേകിച്ച് പ്രതികൂലമായ കുറേ കാര്യങ്ങൾ ഇന്ന് ഉത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് നിലവിലുണ്ട്. അതെല്ലാം മറികടന്നുകൊണ്ട് ഉത്രാളിക്കാവലമ്മയുടെ ഈ ഉത്സവം കേരളത്തിലെ ഏറ്റവും മികച്ച, ഏറ്റവും നല്ല രീതിയിൽ നടത്തപ്പെടുന്ന ഒരു ഉത്സവമായി മാറുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിന് ഉത്രാളിക്കാവുന്ന അനുഗ്രഹിക്കും. ഈ ദേശത്തുകാരനായി തീർന്ന എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും ഇവിടെ വരുവാനും ഇതിൽ പങ്കെടുക്കുവാനും സാധിക്കുന്ന സന്തോഷമുണ്ട്. ഇതിനെന്നെ ക്ഷണിച്ച എൻ്റെ എല്ലാ ഭാരവാഹികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഭഗവതി സാർ 25-ലെ പൂരത്തിൻ്റെ 3 ദേശക്കാരുടെയും നോട്ടീസ് പ്രൗഢഗംഭീരമായി ഇറങ്ങിക്കഴിഞ്ഞു. ഇനി നമുക്ക് പൂരത്തിൻ്റെ നാളുകളാണ്. നേരത്തെ ഉദ്ഘാടനം ചെയ്യാൻ എത്തിച്ചേർന്ന നമ്മുടെ ശരിയാമിസ്റ്റും അതുപോലെ ദാസേട്ടനും ശ്വാസേട്ടനും പറഞ്ഞ പോലെ 2025-ലെ പൂരം അതിഗംഭീരമാവട്ടെ. അതിന് 3 ദേശക്കാർക്കും ഭഗവതി ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. പ്രകാശന കർമ്മത്തിന് മുന്നോടിയായി പരക്കേക്കാട് മഹേശ്വരൻ, കലാമണ്ഡലം ഹരിദാസ്, തിരുവില്ലാമല ജയൻ, മച്ചാട് കണ്ണൻ, മുണ്ടത്തിക്കോട് കണ്ണൻ എന്നിവർ അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ Anytime News.